IMFKയുടെ സ്റ്റോറിയിലത്തെ രണ്ടാമത്തെ ഭാഗമാണിത്. രണ്ടാമത്തെ ഭാഗത്തിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നില്ല എനിക്ക് പറയാൻ. എന്നാലും IMFK എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അതൊരു മീഡിയ ഫെസ്റ്റിവൽ ആയിരുന്നു. ഈ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പരിപാടി അതായിരുന്നു. കുറേ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. പക്ഷേ എനിക്കധികം കൂടുതൽ ആരും അറിയാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതും പോരാണ്ട് നമ്മുടെ അടൂർ സാറും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ശരിക്കും മീഡിയ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇതൊരു വട്ടമെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം അടിപൊളി പരിപാടിയായിരുന്നു. അന്നാണ് ഏറ്റവും നമുക്ക് അടിപൊളി പരിപാടിയായിരുന്നു. ഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡിൻ്റെ പരിപാടിയായിരുന്നു അന്ന്. പിന്നെ അതും കൂടാതെ നമ്മുടെ കോളേജിന് വേണ്ടി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏതൊക്കെ കോളേജിൽ നിന്ന് പിള്ളേർ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതും പറയാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുറേ സ്ട്രേഞ്ചേഴ്സിനെ എനിക്ക് അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ 2-3 പേരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. പുതിയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയാൽ പഠിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളും അതെ പല കോളേജിലുള്ള ആൾക്കാരൊക്കെ വന്നിരുന്ന് കുറേ നേരം എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലം ഇതാണ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഈ 3 ദിവസം അടുപ്പിച്ച് അവിടെ കുറേ നേരം വന്നിരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. എന്തോ അവിടെ വന്നിരിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം കിടന്നിട്ടുണ്ട്, കണ്ടില്ലേ എൻ്റെ മഞ്ഞ് കിടന്നുറങ്ങുന്നത്. അത്രയും അടിപൊളി സ്ഥലമായിരുന്നു അവിടെ. അന്ന് തന്നെ രാത്രി വേറൊരു ബാൻഡിന് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായയും കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ തൃശ്ശൂർക്ക് ട്രെയിൻ കയറിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ കയറിയത്. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ തൃശ്ശൂരിലെത്തി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.